ഹായ്, എല്ലാവർക്കും സിനീസ് ഫുഡ് കോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു നാടൻ ചിക്കൻ കറിയാട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുള്ളതാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുള്ളതാണ്. ജസ്റ്റ് ഒന്ന് കുഴച്ച് വെക്കുക, കാരണം ചിക്കനിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു അരമണിക്കൂറൊക്കെ ഇങ്ങനെ കുഴച്ചിട്ട് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് ചിക്കനിൽ മസാലയൊക്കെ പിടിച്ചിട്ടിരിക്കും. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6 പച്ചമുളക്, അതുപോലെ ഒരു 10 അല്ലിയോളം വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റാക്കി ഇതുപോലെ അരച്ചിട്ടെടുക്കുക. അപ്പോൾ അത് ഞാനിവിടെ മൊത്തം എടുക്കുന്നില്ല കേട്ടോ. അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് മതി കറിയിലേക്ക്. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂണോളം മസാല പൊടിച്ചതാണ്, ഗരം മസാല, പിന്നെ അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അത്രയും ചേർത്തിട്ട് ഞാൻ ആ മിക്സി കഴുകിയ വെള്ളം ആട്ടോ ഒഴിക്കുന്നത്. അതാകുമ്പോൾ ആ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ നല്ല സ്വാദം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഇങ്ങനെ കുഴച്ചിട്ടെടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കുന്നത്. ഇതാണ് നമ്മുടെ കറിയുടെ മസാല. അപ്പോൾ നമുക്കിനി കറി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. കാരണം നമ്മളൊരു നാടൻ ചിക്കൻ കറിയല്ലേ വെക്കുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഒരു 2 സവാള, മീഡിയം സവാളയാണ്, നേരിയതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. അത് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറാവുന്ന വരെയൊക്കെ ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. അതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചേക്കുന്ന മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മസാല കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണല്ലോ കുഴച്ചിട്ടുണ്ടാകുക. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് മസാല ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ മസാലയിൽ ഇപ്പോൾ നന്നായിട്ട് വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റണം ആദ്യം തന്നെ. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരും. ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കറി ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മസാല നന്നായിട്ട് മൂപ്പിച്ചിട്ടെടുക്കണം. അപ്പോൾ ഈ കറിയിലെന്ന് പറഞ്ഞാൽ ഈ മസാലയാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ഈ മസാല എത്ര നന്നായിട്ട് മൂപ്പിക്കുന്നോ അത്രയും കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്, അതുകൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി മിക്സിയിൽ അടിച്ചിട്ടാണെങ്കിലും ചേർക്കാം, എങ്ങനെ ചേർത്താലും കുഴപ്പമില്ല. തക്കാളിയും ഈ മസാലയിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് എടുക്കും മസാല ശരിക്കും ഒന്ന് ഡ്രൈ ആയിട്ട് വരാനായിട്ട്. ശരിക്കും ഡ്രൈ ആയി വരണം. പിന്നെ ഇതിലേക്ക് ഈ സമയത്ത് കറിവേപ്പില കൂടെ ചേർക്കാം. അപ്പോൾ എനിക്ക് കറിവേപ്പില ഇന്ന് കിട്ടിയില്ല, അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ചേർക്കാത്തത്. പക്ഷെ കറിവേപ്പില ചേർക്കുമ്പോഴാണ് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുക കറിക്ക്. മസാലയുടെ കളറൊക്കെ ശരിക്കും മാറി വരുന്നുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ വെള്ളമില്ലാതെ നല്ല ഡ്രൈ ആയിട്ട് ഈ മസാല കുറച്ച് കളറൊക്കെ ഒരു ഡാർക്ക് ബ്രൗൺ കളറൊക്കെ ആവും. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കുക. ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങും. നമുക്ക് കാണാൻ പറ്റും എണ്ണയൊക്കെ പുറത്തേക്ക് വരുന്നത് അതിൽ നിന്ന്. അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ മസാല ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് കോട്ടാവണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ചിക്കനിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ചിക്കൻ നന്നായിട്ട് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇനി വെള്ളമൊന്നും ചേർക്കുന്നില്ല. കാരണം മസാല നല്ല ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുള്ള മസാലയാണല്ലോ. പിന്നെ ചിക്കനിൽ നിന്ന് ആവശ്യത്തിനുള്ള വെള്ളം വരും. അപ്പോൾ അടച്ച് വെച്ചിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെയാണ് എടുക്കുക ചിക്കൻ വേകാനായിട്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് എടുത്തിട്ട് ഇളക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയതാണ്. അപ്പോൾ തന്നെ അത്യാവശ്യം വെള്ളം വന്നിട്ടുണ്ട് ചിക്കനിൽ നിന്ന്.
അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിക്കുക. ഇതാ ഇപ്പോൾ ഒരു 10 മിനിറ്റും കൂടെ കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ചിക്കൻ ഒരുവിധം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടെ ആവാനുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ നമുക്കിങ്ങനെ വെക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്, നല്ല ഗ്രേവിയൊക്കെ വന്നിട്ടുണ്ട്, ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കറി റെഡിയായി ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്തിട്ട് പോലും ഇല്ല. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിച്ചതും അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതെല്ലാം ചേർത്തിട്ടുള്ളതാണ്, പക്ഷെ ലാസ്റ്റ് അത് ചേർക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ കറിക്ക് നന്നായിട്ട് നിൽക്കും കേട്ടോ, ആ ഒരു ഗ്രേവിക്ക്. അപ്പോൾ ലാസ്റ്റ് ഇത് രണ്ടും ഒന്ന് തൂവി കൊടുക്കുക ചെറുതായിട്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് മസാലയുടെ ആ ഒരു അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കറി ഇവിടെ ഓൾമോസ്റ്റ് റെഡിയായി. നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ ഈ രീതിയിൽ എടുക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ വറ്റിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയില തൂവുന്നുണ്ട്. മല്ലിയിലയും വേപ്പിലയും ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. ഇതാ ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്രീമി ആയിട്ട് കിട്ടും നമ്മളുടെ ഗ്രേവി. അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്, നല്ല ഗ്രേവിയുള്ള കറിയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ടാണ് എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സജഷൻസും കമൻസൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, അതും കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം കൂടുതൽ റെസിപ്പീസായിട്ട്. Thank you.